أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ വിധിവിലക്കുകളെ മാനിക്കുകയും അവന്റെ ഇഷ്ടവും അനിഷ്ടവും മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കള് നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നമുക്ക് കണ്ണിന് കുളിർമയും ഖുർറത്തുൽ ഐനും സീനത്തുൽ ഹയാത്തി ദുനിയ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളും, നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് എന്ന് പറയാവുന്നത് അവരാണ്. അവരുടെ വളർച്ചയും പുരോഗതിയും ജീവിതത്തിന്റെ കരുപ്പിടിപ്പിക്കലുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയാവുന്നത്. മുസ്ലിം സമൂഹമാകട്ടെ ആ വിഷയത്തിൽ വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. മക്കളുടെ തർബിയത്തുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ നിലനിൽക്കുന്ന മദ്രസാ സിസ്റ്റങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായ ഒരു സിസ്റ്റം നിലനിൽക്കുന്ന ഒരു നാട് എന്ന് പറയാവുന്നത് നമ്മളെ നാടാണ്. വിദേശ നാടുകളിലൊക്കെ പോയിട്ടുള്ള പരിചയമുള്ള ആളുകൾക്കറിയാം, ഏതോ നിലക്കുള്ള മതപഠനത്തിന്റെ സംവിധാനങ്ങൾ അവിടെയും ഇവിടെയുമൊക്കെ പള്ളികളിൽ നിലനിൽക്കുന്നു എന്നത് മാറ്റി നിർത്തിയാൽ ഒരു വ്യവസ്ഥാപിതമായ പഠനം ഒരുപക്ഷെ കേരളത്തിന് പുറത്തും ഇപ്പോൾ അല്പമൊക്കെ ഭേദപ്പെട്ടു വരുന്നു എന്നത് മാറ്റി നിർത്തിയാൽ ഉണ്ടായിരുന്നത്. പക്ഷേ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ കെട്ടിടങ്ങളും സംവിധാനങ്ങളും അധ്യാപകരെയും ആ അധ്യാപകർക്ക് ആവശ്യമായ ചെലവും കൊടുത്ത് വലിയ ജീവിതത്തിൽ വലിയ വില കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ മതപഠന വിഷയം എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ പഠിച്ചിറങ്ങുന്നവരാണ് നമ്മുടെ മക്കൾ. പലപ്പോഴും മദ്രസ ഇല്ല എന്നത് വലിയ ഒരു പ്രശ്നമായിട്ട് നമ്മൾ രക്ഷിതാക്കൾ കാണാറുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കാൻ എന്ത് റിസ്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യാറ്. ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ തന്നെ പത്രങ്ങളെടുത്ത് മറിച്ചു നോക്കിയാൽ മുസ്ലിം സമൂഹത്തിലെ കൗമാരത്തിലെത്തി നിൽക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും, അല്ലെങ്കിൽ കൗമാരത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ കുട്ടികളാണല്ലോ എന്ന് പറയുന്ന തലമുറ പോലും അങ്ങേ അറ്റത്തെ പ്രയാസങ്ങളിലും കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് നമ്മെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. പരിഹാരത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇന്നലെയും നമ്മൾ അതിനൊരു ഉദാഹരണം കണ്ടു. ഒരു കൗമാര പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷാള് കഴുത്തിൽ മുറുക്കി പെൺകുട്ടിയെ കൊല്ലുന്നു, മറ്റവൻ തൂങ്ങി മരിക്കുന്നു. മതപരമായ ബോധമില്ലാത്ത ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവരല്ല ഇവരാരുമെന്ന് നമ്മൾ മനസ്സിലാക്കി. മതവിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകി ഞങ്ങളുടെ നാട്ടിലെ മദ്രസ നിലനിൽക്കണം, പള്ളി നിലനിൽക്കണം, ആ മദ്രസയിലെ അധ്യാപകർക്ക് ഒരു കുറവുണ്ടാകരുത് എന്നൊക്കെ ചിന്തിച്ച് തങ്ങളുടെ വരുമാനത്തിന്റെ നല്ല ഒരു ശതമാനം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മക്കൾ തന്നെയാണ് പലപ്പോഴും ഇങ്ങനെ കുരുത്തം കെട്ടു പോകുന്നത് എന്നത് ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം. ഞാനത് പറയാൻ കാരണം ഇപ്പോൾ വെക്കേഷനാണ്. നമ്മുടെ മക്കളൊക്കെ 2 മാസത്തെ പഠനമില്ലാത്ത അവധിക്കാലത്തിലൂടെ കടന്നു പോവാണ്. അവധിക്കാലം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ 2 മാസം വർഷത്തിൽ നമ്മളെ കുട്ടികൾക്ക് കിട്ടും.
അവരങ്ങനെ പോകട്ടെ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തേണ്ട ഒരു കാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വളരെ ശ്രദ്ധാപൂർവം, പ്രത്യേകിച്ചും നിലവിലെ സാഹചര്യത്തിൽ അവരെ കൂടെ കൊണ്ടു നടത്താൻ, അല്ലെങ്കിൽ ഇസ്ലാമികമായ ഒരു ബെൽറ്റിനകത്ത്, ഒരു ചട്ടക്കൂടിനകത്ത് അവരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ചുറ്റിയിടാൻ പറ്റുമോ അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നല്ല അവസരമാണ് അവധിക്കാലം എന്ന് പറയുന്നത്. സ്കൂൾ തുറന്നാൽ അതിന്റെ ഭാരവും അല്ലെങ്കിൽ പഠന ഭാരവും ഒക്കെ നമ്മളെ കുട്ടികളെ പലപ്പോഴും പ്രയാസപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠനത്തിനോ ഇസ്ലാമികമായ മര്യാദകൾ പഠിക്കാനോ പള്ളിയുമായി ബന്ധപ്പെടുത്താനോ കുടുംബ ബന്ധങ്ങളിൽ അവരെ ഇടപെടിക്കാനോ ഒക്കെ പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ അവർ നമ്മൾ ഇടപെടിക്കാറില്ല. അതതിന്റെ പരിമിതിയാണ്. പക്ഷെ അതേസമയം ഇപ്പൊ ഒരു 2 മാസം, ഏതാണ്ട് 15 ദിവസം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവർ 1.5 മാസം നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? വിശേഷിച്ചും ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കുറ്റവാസനകളും അക്രമവാസനകളും അനിസ്ലാമികമായ പ്രവണതകളുമൊക്കെ നമ്മുടെയും സ്വീകരണ മുറികളിലേക്ക്, നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നു. ഇന്നലകളിലും ഇനിയാന്നൊക്കെ അത് ആരൊക്കെയോ മക്കളാണ്, അവരങ്ങനെയാണ്, എന്റെ കുട്ടികൾ അങ്ങനെ ആവൂല, ഈ പറച്ചിലാണ് നമ്മൾ ആദ്യം നിർത്തേണ്ടത്. ഏത് പാരന്റ്സിനോട് ചോദിച്ചാലും എന്റെ കുട്ടി അതിലുണ്ടാവില്ല, അവന്റെ കുട്ടി ഉണ്ടാവും, ഇവന്റെ കുട്ടി ഉണ്ടാവും, ഞാൻ അങ്ങനെയല്ല വളർത്തിയത്. അൽഹംദുലില്ലാ, അത് നമ്മളെ കോൺഫിഡൻസ് ആണ്, നമ്മുടെ ആത്മവിശ്വാസമാണ്. പക്ഷേ ആ ആത്മവിശ്വാസം പലപ്പോഴും തകർന്നു പോകുന്നത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരുമ്പോഴാണ്. നിങ്ങളെ മകളെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്, ഇന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവൾ അവിടെ എത്തിച്ചിട്ടുള്ളത്, അവൻ എത്തിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോ നമ്മുടെ എല്ലാ മനക്കോട്ടകളും തകർന്ന് തരിപ്പണമാകുന്ന ഒരു നിമിഷം ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. അതുകൊണ്ട് വിലയിരുത്തണം, പഠിക്കണം നമ്മൾ മക്കളെ, അവരുടെ കൂടെ നമ്മൾ ഉണ്ടാകണം. നിലവിലുള്ള സാഹചര്യത്തിലെ ഏറ്റവും വലിയ മക്കളുടെ തർബിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മദ്രസയിലെ ഉസ്താദുമാരെയും സ്കൂളിലെ അധ്യാപകരെയൊക്കെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താണ്. അവിടെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടായാൽ നമ്മൾ അവരെ പിടിക്കും, അപ്പൊ വഴക്ക് പറയും. നിങ്ങളെ കയ്യിലല്ലേ ഈ കുട്ടിയുള്ളത്? ആര്? നിങ്ങളുടെ കയ്യിലുള്ള കുട്ടി എന്ന് പറയുന്നതിനോടൊപ്പം നമ്മുടെ മക്കളല്ലേ അവര്. അവരുടെ തർബിയത്തുമായി തസ്കിയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും മസ്ഊലിയത്ത് നമുക്കാണ്. അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാവരും ഭരണാധികാരികളാണ്. ആ ഭരണാധികാരികളോട് തങ്ങളുടെ ഭരണമേഖലയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് റസൂല് പഠിപ്പിച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, പിതാവ് തന്റെ മക്കളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനാണ്, മാതാവ് ആ വീടിന്റെ ഉത്തരവാദിത്വവും വീട്ടിലെ കുട്ടികളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവളാണ്. വഹിയ മസ്ഊലത്തുൻ അൻ റഇയതിഹാ. ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 3 സംഗതികളാണ് നമ്മളെ മക്കളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു അറബി കവി പറഞ്ഞതുപോലെ, ഇന്ന ശബാബ വൽ ഫറാഅ വൽ ജിദ മഫ്സദത്തുൽ ലിൽ മർഇ ഐ മഫ്സദ. പണം, അതുപോലെ തന്നെ ഒഴിവ് സമയം, യൗവനം, ഇത് 3 നമ്മുടെ കുട്ടികളുടെ കയ്യിലുണ്ട്. ആവശ്യത്തിലേറെ സാമ്പത്തികമായ സുസ്ഥിതിയുള്ളവരാണ് നമ്മളെ മക്കൾ. അൽഹംദുലില്ലാ, നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഓടിയത്. പക്ഷെ ആ ഓടുന്നതിന്റെ മറുവശം എന്താന്ന് വെച്ചാൽ, ആവശ്യത്തിലേറെ നമ്മളെ കുട്ടികൾക്ക് കൊടുത്ത് ശീലിച്ചാൽ അത് ഏതൊക്കെ വഴിക്ക് പോകുന്നു എന്ന് പലപ്പോഴും നമുക്ക് കിട്ടൂല. 10 കൊടുക്കേണ്ടടുത്ത് 100 കൊടുത്ത് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ എന്റെ മകൻ കഷ്ടപ്പെടല്ലേ, ഞാൻ കഞ്ഞി കുടിച്ചതുപോലെ അല്ലെങ്കിൽ വയറൊട്ടിയതുപോലെ അവനാകാൻ പാടില്ല എന്ന നല്ല മനസ്സിൽ നിന്ന് അവൻ ചോദിക്കുന്ന എന്നാ അതും കൂടി വെച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ അവനെ നശിപ്പിക്കുന്ന പണം ഗൾഫ് കേരളീയ മുസ്ലിം സമൂഹത്തോളം അവരുടെ മക്കള് കേടുവരുന്നതിൽ നല്ല ഒരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കും. 2ാമത്തത് ഒഴിവ് സമയം. അതിനിവിടെ ഒഴിവ്, നമ്മുടെ മക്കൾ മുഴുവൻ മൊബൈലിലാണ്. നമ്മൾ തന്നെയും നമ്മൾ സ്വസ്ഥമാകാൻ വേണ്ടി മക്കൾക്ക് മൊബൈൽ കൊടുക്കുകയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ചിലപ്പോ പാരന്റ്സിനൊക്കെ വിളിക്കുമ്പോൾ 2 വയസ്സ് 2.5 വയസ്സുള്ള കുട്ടിയുമായിട്ടാണ് ചിലപ്പോ ഉമ്മ വരിക അല്ലെങ്കിൽ ഉപ്പ വരിക. 1 മണിക്കൂർ ഞാൻ ആ പാരന്റുമായി ഇരുന്ന് ചർച്ച ചെയ്താലും ആ കുട്ടി അനങ്ങിയിട്ടുണ്ടാവില്ല. ഒരു 1.5 വയസ്സ് 2 വയസ്സുള്ള കുട്ടി 5 മിനിറ്റിലപ്പുറം ഇരിക്കൂല, കാരണം കരച്ചിൽ തുടങ്ങും. പക്ഷെ 2 മണിക്കൂറായാലും ആ കുട്ടി അനങ്ങൂല. കാരണം എന്താ? ഉമ്മ വന്നപ്പോ തന്നെ ആ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു സാധനം വെച്ചു കൊടുത്തിട്ടുണ്ട്, മൊബൈൽ. ആ കുട്ടി അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 വയസ്സുള്ള കുട്ടി, 2 വയസ്സുള്ള കുട്ടി. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒളികണ്ണിട്ട് നോക്കും, എന്താ അവൻ ചെയ്യുന്നത്. അവൻ ചെറിയ
ചെറിയ കാര്യങ്ങളൊന്നുമില്ല, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഒഴിവ് സമയം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് അപകടകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപകടകരമാണ്. ഡിജിറ്റൽ യുഗത്തിലാണ് അവർ ജീവിക്കുന്നത്. ആ ഡിജിറ്റൽ യുഗത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മളും നമ്മളെ മക്കളും തിരിച്ചറിയാതിരുന്നാൽ അത് മാത്രം മതി നമ്മളെ മക്കളെ നാശത്തിന്. നിഅമതാനി മഅ്ബൂൻ ഫീഹിമാ കസീറും മിനന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപകടകരമാണ്. അതിൽ പലരും പരാജയപ്പെടുന്നു. വസ്ഹത്ത് വൽ ഫറാഹ്, അതിലൊന്ന് ആരോഗ്യമാണ്, രണ്ടാമത്തത് ഒഴിവ് സമയമാണ്. ഈ രണ്ട് സംഗതികളും നമ്മളും നമ്മളെ മക്കളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എല്ലാ ആളുകൾക്കും. അതിലൊന്ന് ശബാബക ഖബല ഹർമിക്, നിന്റെ യൗവനം ഏത് മാർഗത്തിലാണ് വാർദ്ധക്യത്തിന്റെ മുമ്പ് നിനക്ക് അള്ളാഹു നൽകിയ യൗവനം ഏത് മാർഗത്തിൽ ഉപയോഗിച്ചു. വസിഹതിക ഖബല സഖമിക്, നീ രോഗിയാകുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം. വഗിനാക ഖബല ഫഖരിക്, ദാരിദ്ര്യം നിന്നെ തേടി വരുന്നതിന് മുമ്പ് നിനക്കുണ്ടായിരുന്ന ഐശ്വര്യാവസ്ഥ. വഫറാഅക ഖബല ശുഗ്ലിക്, അനങ്ങാൻ കഴിയാത്ത തിരക്കുകൾ നിന്നെ ബാധിക്കുന്നതിന് മുമ്പ് നിനക്ക് കിട്ടിയ ഒഴിവ് സമയം. വഹയാതക ഖബല മൗതിക്, മരണം തേടിയെത്തുന്നതിന് മുമ്പ് ജീവിതം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞ 5 കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ മക്കളെ ജീവിതത്തിൽ നമ്മൾ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായത് മുഴുവൻ വാങ്ങിക്കൊടുക്കുക. യഥേഷ്ടം ഭക്ഷണം, യഥേഷ്ടം വസ്ത്രം, ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും. 18 വയസ്സാകാൻ കാത്തുക്കാണ് ബൈക്ക് എടുത്തു കൊടുക്കാൻ. ഇപ്പൊ കൊടുക്കാത്തത് 18 ആയിട്ടില്ല. പാരന്റ്സിന് ഫൈന് വരുന്നുള്ളത് കൊണ്ടാണ്. 20,000, 25,000, 30,000 ഒക്കെ ഫൈന് വരും. അതുകൊണ്ട് നിൽക്കട്ടെ, 18 വയസ്സാകട്ടെ. ഞാൻ മക്കളെ സ്നേഹിക്കണ്ടെന്നൊന്നും പറഞ്ഞതിന് അർത്ഥമില്ല. നന്നായിട്ട് സ്നേഹിക്കണം. സ്നേഹത്തിന്റെ പ്രകടനം എങ്ങനെയാവണം എന്നിടത്താണ് നമുക്ക് പഠിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മക്കളെയും പേരമക്കളെയും എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അഖ്റഅ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന ഒരു അറബി, ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, ഇന്നലി അശറത്ത് ഔലാദ് മാ ഖബ്ബൽതു ലഹും അഹദൻ, എനിക്ക് 10 മക്കളുണ്ട് റസൂലേ, പക്ഷെ ഞാൻ ഒരാളെയും ഇതുവരെ ചുംബിച്ചിട്ടില്ല. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളെ മക്കളൊക്കെ കുറച്ചാണ്ട് വലുതായ പിന്നെ നമുക്കൊക്കെ അന്യരാണ്. അവരൊന്ന് കൂട്ടിപ്പിടിക്കാനോ അവരെ ഒന്ന് ഉമ്മ വെക്കാനോ അവരോടൊപ്പം സമയം ചെലവഴിക്കാനോ ഒന്നും നമുക്ക് സമയമില്ല. റസൂലിനോട് അഖ്റഅ ഇബ്നു ഹാരിസ് പറയാണ്, എനിക്ക് 10 മക്കളുണ്ട് റസൂലേ, മാ ഖബ്ബൽതു ലഹും അഹദൻ, ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല. റസൂൽ മറുപടി പറഞ്ഞു, എന്താ അറിയോ, കാരുണ്യം ഹൃദയത്തിലില്ലാത്ത മനുഷ്യനോട് അള്ളാഹു കാരുണ്യം കാണിക്കൂല. മല്ലം യർഹം സഗീറന, റസൂൽ പറഞ്ഞു, ആ ചെറിയ കുട്ടികളോട് റഹ്മത്ത് കാണിക്കാൻ കഴിയാത്ത, അവരെ കൂട്ടിപ്പിടിക്കാൻ കഴിയാത്ത, അവരെ സ്നേഹിക്കാൻ കഴിയാത്ത മനുഷ്യനോട് അള്ളാഹു കാരുണ്യം കാണിക്കുകയില്ല. അതുകൊണ്ട് ആ രീതിയിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ദിവസത്തിൽ ഇപ്പൊ അവർ ഒഴിവാണ്. അവര് നമ്മൾ ജോലി കഴിഞ്ഞു വരുന്നതും കാത്തുക്കാണ്, അല്ലെങ്കിൽ നമ്മൾ കച്ചവടം കഴിഞ്ഞു വരുന്നതും കാത്തുക്കാണ്, അങ്ങാടിയിൽ നിന്ന് തിരിച്ചു വരുന്നത് കാത്തുക്കാൻ, ഉപ്പാന്റെ കൂടെ ഉമ്മാന്റെ കൂടെ ഒരു അരമണിക്കൂർ ചെലവഴിക്കാൻ. എന്തൊക്കെയോ അവർക്ക് പറയാനുണ്ട്, എന്തൊക്കെയോ അവരെ കേൾക്കാനുണ്ട്. അത് നമ്മൾ കേൾക്കാതിരുന്നാൽ, നമ്മൾ കേൾക്കാതിരുന്നാൽ പുറത്തവരെ കേൾക്കാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അതിന്റെ ഫലമാണ് പിന്നീട് നമ്മൾ കേൾക്കുന്നത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ആളുകളായി നമ്മളെ മക്കൾ മാറുന്നു എന്നത് ഞെട്ടലോടെ നമ്മൾ അറിയുന്നത് അതുകൊണ്ടാണ്. ഒരു മാതാവിനും ഒരു പിതാവിനും ഒരു മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ദിവസത്തിൽ ഒരല്പസമയം അവരെ കൂടെ ഇരിക്കുകയും അവരെ കേൾക്കുകയും ചെയ്യുക. നമ്മൾക്ക് കേൾക്കാൻ ഭയങ്കര മടിയാണ്, റെസ്റ്റ്ലെസ് ആണ്, പൊറുതികേടാണ് നമുക്ക്. ഇതൊന്നും ഉണ്ടാതിരുന്ന, അല്ലെങ്കിൽ ഞാനിവിടെ പണിയിലാണ്. സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വീട്ടിലേത് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും, ഇന്ന കാര്യം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞോ. ചെറിയ കുട്ടികളോട് ചോദിക്കണം, എന്നാലും ഇതിന്റെ സത്യാവസ്ഥ അറിയുള്ളൂ. അവർ പറയും, ഞാനത് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഉമ്മ എന്നെ ഓടിച്ചു. കാരണം അമ്മ അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്നു, അല്ലെങ്കിൽ വാപ്പ വന്ന് കയറിയപ്പോ തന്നെ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടാ വന്നത്. അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കി, 10 മിനിറ്റായി, 15 മിനിറ്റായി, 20 മിനിറ്റായി, വാപ്പാന്റെ ഫോൺ വെക്കുന്നത് കാണില്ല, ഞാൻ ഇറങ്ങിപ്പോയി. എന്നിട്ട് നമ്മൾ പറയാണ്, എന്റെ മക്കള് നന്നാവുന്നില്ല. ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് നമ്മളാവണം. നമ്മളൊരു മാതൃകാ പുരുഷനല്ലെങ്കിൽ ആ മക്കളെ കുറിച്ച് പിന്നെ ചർച്ച ചെയ്യരുത്. നമ്മൾ അവരെ പറ്റി പറയാൻ, നിങ്ങൾ അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരണം, പള്ളികൾ അവർക്ക് വേണ്ടി തുറന്നിടണം, അവർ കൊച്ചുമ്പിളിയൊക്കെ ഉണ്ടാക്കിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമൊന്നല്ല. പണ്ട് തുർക്കിയിൽ ഏതൊരു പള്ളിയിൽ എഴുതി വെച്ചത് നമ്മളൊക്കെ വലിയ ആഘോഷമായിട്ട് റീലുകളാക്കിയിട്ട് പുറത്തിറക്കിയെന്താ, ഇത് കുട്ടികൾക്ക് കൂടിയുള്ള
ഇടമാണ്. അതുകൊണ്ട് കുട്ടികളുടെ ഒച്ചയും വിളിയൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മളിപ്പോഴും മാറിയിട്ടില്ല. ഒരു കുട്ടിയെങ്ങാനും ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കിയാൽ പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ ആദ്യത്തെ വെടി നമ്മൾ പൊട്ടിക്കും. ഉമ്മാതിരി കുട്ടികളെയും കൊണ്ട് പള്ളിയിലേക്ക് വരരുത്, അവർക്ക് പള്ളി ഹറാമാണ്, അല്ലെങ്കിൽ ആ കുട്ടിനെ നേരാണ് ചീത്ത പറയും. ഇനി മേലിൽ തന്നെ ഈ വഴിക്ക് കാണാൻ പാടില്ല. കുട്ടി മനസ്സിലാക്കി പള്ളി എന്ന് പറഞ്ഞാൽ ഇനി കയറാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണെന്ന് കുട്ടിക്ക് അപ്പം ബോധ്യപ്പെട്ടു. പിന്നെ അവൻ ആ വഴിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരിക, ജമാഅത്തിന് നമ്മൾ അവരെ കൈപിടിച്ചു കൊണ്ടുവരിക. പ്രത്യേകിച്ചും സുബഹി നമസ്കാരവുമായി ബന്ധപ്പെട്ട് അവരെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവരെ ഉറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ അവരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് ചെയ്യുന്നത് അവരെ നശിപ്പിക്കലാണ്. അവരെ ഉണർത്തണം. ഉണർത്തിയിട്ട് നിങ്ങൾ അവരെ കൂടെ പള്ളിയിലേക്ക് വരണം. അവരുടെ സ്വർഗത്തെ, അവരുടെ നരകത്തെ അവരിൽ നിന്ന് കാക്കുക എന്നത് നമ്മൾ അള്ളാഹു ഏൽപ്പിച്ച പണിയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ഇത് ഉസ്താദുമാരെ ഏൽപ്പിച്ച പണിയല്ല, പള്ളി ദർസിനെ ഏൽപ്പിച്ച പണിയല്ല. അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ അഹ്ലികാരെയും നരകത്തിൽ നിന്ന് കാത്തോണം. വഖൂദുഹന്നാസു വൽ ഹിജാറ. എന്തുകൊണ്ടെന്നാൽ ആ നരകത്തിന്റെ വിറകെന്ന് പറയുന്നത്, ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. എന്റെ മകൻ നരകത്തിൽ കിടന്നുരുക, എന്റെ മകള് നരകത്തിന്റെ വിറകാകുക, എന്റെ ഭാര്യ നരകത്തിലേക്ക് പോവുക, എന്റെ ഭർത്താവ് നരകത്തിന്റെ അവകാശിയാവുക എന്നത് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് നമുക്കെങ്കിൽ അതിനുള്ള എന്ത് മാർഗമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. കേച്ചിലാവാന്നുള്ള ഒരു ധാരണയും വേണ്ട. അള്ളാഹു ശക്തരായ മലക്കുകളെ ആ നരകത്തിന് കാവൽ നിർത്തിയിട്ടുണ്ട്. ഗിലാദുൻ ശിദാദ്, അതികഠിനന്മാരായ കോപിഷ്ഠരായ മലക്കുകൾ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹുവിനോട് വിരോധവും ഒരു ധിക്കാരവും കാണിക്കാതെ പടച്ചതമ്പുരാൻ എന്തു പറഞ്ഞു അത് ചെയ്തുകൊണ്ടിരിക്കുന്ന മലായികത്തുകൾ കാവൽ നിൽക്കുന്ന നരകത്തിൽ നിന്ന് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നമ്മളെയും നമ്മുടെ മക്കളെയും അവിടെ നിന്ന് രക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇബ്നു അബ്ബാസ് റഹ്മത്ത് അലീമിന് അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, അദ്ദിബൂഹും വഅല്ലിമൂഹും, അവരെ സംസ്കാരം പഠിപ്പിക്കുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കുറെ ഉപദേശങ്ങളുണ്ട് എങ്ങനെയാണ് മക്കളെ അദബ് പഠിപ്പിക്കേണ്ടത് എന്ന്. എപ്പോഴെങ്കിലൊക്കെ മലയാളത്തിൽ കിട്ടുന്ന സന്ദർഭങ്ങളിൽ ഒന്ന് വായിച്ചു പഠിക്കണം. ലുഖ്മാൻ നബി അലൈഹിസ്സലാം, സൂറത്തു ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു സൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിപ്പിക്കുന്നു. യാ ബുനയ്യ എന്ന് പറഞ്ഞിട്ട് ആ പറച്ചില് തന്നെ വല്ലാത്തൊരു രസാണ്. എടാ മോനെ ഇങ്ങോട്ട് വാന്നല്ല പറയുന്നത്, യാ ബുനയ്യ. അറബിയിലെ ഇസ്മു തസ്ഗീറാണത്. എന്റെ പുന്നാര മോനെ, എന്റെ കരളിന്റെ കഷ്ടമായ മോനെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ചർച്ച ഖുർആൻ ആരംഭിക്കുന്നത്. ശിർക്കിനെ കുറിച്ചും അള്ളാഹുവിനെ പേടിക്കുന്നതിനെ കുറിച്ചും അതീവ രഹസ്യമായ സന്ദർഭങ്ങളിൽ പോലും റബ്ബിനെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ തുടങ്ങി ജീവിതത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കുന്ന ലുഖ്മാൻ നബി അലൈഹി ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ലുഖ്മാനുകളാകുന്നതിന് വേണ്ടിയാണ്. തങ്ങളുടെ മക്കളെ വിഷയത്തില് അവരെ മര്യാദ പഠിപ്പിക്കണം. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. വലിയവരോട് ബഹുമാനം. ഞാനൊക്കെ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, നമ്മളൊക്കെ ചെറുപ്പത്തില് വീട്ടിലേക്ക് ഒരു പ്രായമുള്ള ഒരാൾ കയറി വന്നാൽ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. നമ്മൾ അറിയാതെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഒരു 75-80 വയസ്സുള്ള ഒരാൾ കയറി വന്നോക്കട്ടെ, കുട്ടി മൊബൈലിൽ നിന്ന് കണ്ണെടുക്കൂല. അവൻ എണീക്കുന്നത് പോട്ടെ, ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ഇങ്ങനെ ഒരു വെട്ടിക്കല എന്ന് പറഞ്ഞാൽ എനിക്കതിന് സമയമില്ല. എണീക്കുക അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നത് രീതിയല്ലാതായി മാറി. കുട്ടികൾ എഴുന്നേൽക്കുന്നില്ല. നമ്മളൊട്ട് അതിൽ വലിയ കണിശത കാണിക്കുന്നില്ല. എണീക്കട എന്ന് 2 വട്ടം പറഞ്ഞാൽ 3ാമത്തെ വട്ടം ഒരു പിതാവ് വരുമ്പോ, ഒരു പ്രായമായ മനുഷ്യൻ വരുമ്പോ സ്വാഭാവികമായും എഴുന്നേൽക്കും. സലാം പറഞ്ഞ് മടക്കി ആ മനുഷ്യന് ഒരു കസേരട്ട് കൊടുത്ത് അദ്ദേഹത്തിന് ആ അതബോടുകൂടി മര്യാദയോടുകൂടി സ്വീകരിക്കാനുള്ള മര്യാദ നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. നഹനു ഇലാ ഖലീലിൻ മിനൽ അദബി അഹ്ബജു മിന്നാ ഇലാ കസീരിൻ മിനൽ ഇൽം. ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ് കുറേ വിജ്ഞാനം നിങ്ങളെ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് മര്യാദ നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അതിന് ഞാൻ പറഞ്ഞല്ലോ, മാതാപിതാക്കളുടെ സാമീപ്യമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സാമീപ്യം ഇല്ലാത്ത രീതിയിൽ നമ്മൾ വലിയ ട്യൂഷന് ഇത്ര സമയം, മറ്റതിന് ഇത്ര സമയം, നീന്തൽ പഠിക്കാൻ, അത് പഠിക്കാൻ, ഇത് പഠിക്കാൻ, അവസാനം പോയി കുട്ടിക്ക് ഇതിനേക്കാളും നല്ലത് സ്കൂളുള്ള കാലമായിരുന്നു. കുറച്ചെങ്കിലും സമയം കിട്ടിയിരുന്നു. ഇപ്പൊ അതിൽ അത്രയും സമയം കിട്ടാത്ത രീതിയിൽ വീട്ടിൽ നിന്ന് അവൻ അകറ്റി നിർത്തി നമ്മൾ സേഫ് ആക്കുന്ന പരിപാടിക്ക് പകരം അവരെ കേൾക്കാൻ തയ്യാറാകണം. ഞാൻ പറഞ്ഞല്ലോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പ്രവാചകന്റെ പേരമക്കള്. പ്രവാചകൻ നമസ്കരിക്കുമ്പോ വരെ മുതുകിൽ കയറി നിന്ന് ഖുർറത്തു ഐനുൽ ലീ ഫിസ്സലാഹ്,
എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ണിന് കുളിർമയുള്ളത് നമസ്കാരത്തിലാണെന്ന് പഠിപ്പിച്ച റസൂല് ആ നമസ്കാരത്തില് സുജൂദിൽ പോകുമ്പോ പേരമക്കള് പെരടിയിൽ കയറിക്കാൾ അവരെ എടുത്തു മാറ്റിയിട്ട് പ്രവാചകൻ സാവധാനം സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമായിരുന്നു. ഒരു അസഹിഷ്ണുതയും കാണിക്കാതെ അവരെ തോളിലേറ്റി നമസ്കരിച്ചിട്ടുണ്ട്. അവരുമായി സമയം ചെലവഴിച്ചിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനാണ്, ലോകത്തിന്റെ അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ സ്വന്തം മക്കളുടെയും പേരമക്കളെയും കൂടെ സമയം ചെലവഴിച്ചിരുന്നു. അതുകൊണ്ട് നമ്മളത് നിർബന്ധമായിട്ട് ചെയ്യണം. ഈ അവധിക്കാലത്ത് അവരെ കൂടെ യാത്ര പോകണം. അത് ഒരുപാട് ദൂരത്തേക്ക് പോകണമെന്നില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ കുട്ടികളായിട്ട് ടൂർ പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വൈകുന്നേരം അവിടെ എത്താൻ പോകണം. കുട്ടി ആകെ ക്ഷീണിച്ച് ഇങ്ങോട്ട് വരുമ്പോ ആകെ ഉറങ്ങി ഇനി ഇങ്ങമാര് ടൂർ വേണ്ട എന്ന് പറയുന്ന രീതിയിലാവരുത്. അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെയുള്ള യാത്ര പോകുന്ന സ്ഥലങ്ങളിൽ അവരുമായി പോകുക, അവരായിട്ട് സംസാരിക്കുക, അവരെ കേൾക്കുക. ചെറിയ ചെറിയ വർത്തമാനങ്ങളെ അവർ പറയൂ, വലിയ വലിയ കാര്യങ്ങളൊന്നും പറയില്ല, അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും പറയില്ല. ക്ലാസ്സിലുണ്ടായത്, വീട്ടിലുണ്ടായത്, കൂട്ടുകാരൻ ഇന്നത് ചെയ്തത്, ഇതൊക്കെ കേൾക്കണം നമ്മള്. എന്നിട്ട് പതുക്കെ പതുക്കെ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം. അവരുടെ പിയർ ഗ്രൂപ്പിനെ, ഞാൻ നേരത്തെ ഓതി വെച്ച ഒരു സൂറത്തുൽ ഫുർഖാനില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു സന്ദർഭമുണ്ട്. വയൗമ യഅുദ്ദു ളാലിമു അലാ യദൈഹി, ഒരു മനുഷ്യൻ അവന്റെ വിരല് കടിക്കുന്ന ഒരു സന്ദർഭം. യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീല, പടച്ചവനെ പ്രവാചകനെ ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ പറയുന്ന ഒരു സന്ദർഭം. യാ വൈലത്ത, എന്റെ നാശമേ, ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീല, ഇന്നാലിന്ന കൂട്ടുകാരനെ ഞാൻ സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ കൂട്ടുകാരാണ് എന്നെ പഠിപ്പിച്ചത്, എന്റെ കൂട്ടുകാരാണ് എന്നെ പഠിപ്പിച്ചത്. പിയർ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്നിടത്ത് നമുക്ക് ചോയ്സ് ഉണ്ടാവണം. ആരൊക്കെയാണ് നമ്മളെ മക്കളെ കൂട്ടുകാരികള്, അവരെ പഠിക്കണം, അവരുടെ കുടുംബം പഠിക്കണം, അവരുടെ സ്വഭാവം പഠിക്കണം. എന്നിട്ട് അതിൽ നിന്ന് അടർത്തി മാറ്റേണ്ടത് അടർത്തി മാറ്റണം, ചേർത്ത് നിർത്തേണ്ടത് ചേർത്ത് നിർത്തണം. അല്ലെങ്കിൽ നാളെ അവർ പറയും യാ ലൈതനീല മത്തഖദ് ഫുലാനൻ ഖലീല, എന്റെ ഈ ചങ്ങായിനെ ഞാൻ കൂട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നരകത്തിലേക്ക് വരുമായിരുന്നില്ല. ലഖദ് അവല്ലനി അനി ദിക്ർ, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധത്തിൽ നിന്ന് എന്നെ തെറ്റിച്ചു കളഞ്ഞു അവൻ. ബഅദ ഇദ് ജാഅനി, അതെനിക്ക് കിട്ടിയതിനു ശേഷം 10ാം ക്ലാസ് വരെ ഞാൻ മദ്രസ പഠിച്ചു, പള്ളി ദർസിൽ ഓതി, അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി, വയതും കിട്ടി, ഉപദേശം കിട്ടി. പക്ഷേ ബഅദ ഇദ് ജാഅനി, അതൊക്കെ കിട്ടിയതിന്റെ ശേഷം ഫഖദ് അവല്ലനി, അവൻ എന്നെ പഴപ്പിച്ചു എന്ന് പറയും. വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല, ഇമ്മാതിരി കൂട്ടുകാരെ അല്ലാഹു പരിചയപ്പെടുത്തിയത് ശൈത്താൻ എന്ന് പറഞ്ഞിട്ടാ. വകാന ശൈത്താൻ ലിൽ ഇൻസാനി ഖദൂല, മനുഷ്യനെ സംബന്ധിച്ചോളം വഞ്ചകനാണ് പിശാച് എന്ന് മനുഷ്യന് ബോധ്യം വരണം. ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു പിയർ ഗ്രൂപ്പാണ്, അവരുടെ കൂട്ടുകാരാണ്. ആരൊക്കെയാണ് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ മക്കളെ കൂട്ടുകാരൊക്കെ ആരെ കൂടെയാണ് അവർ സംസാരിക്കുന്നത്, ആരേക്കാണ് അവർ കൂട്ടുകൂടുന്നത്, കളിക്കുന്നത് ആരുടെ കൂടിയാണ്, അതിൽ ഏതൊക്കെ സ്വഭാവത്തിലുള്ളവരുണ്ട്, അത് കൃത്യമായി നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ അവരെ അദബ് പഠിപ്പിക്കാൻ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവരെ നന്നായിട്ട് സ്നേഹിക്കണം. മല്ലാ യുർഹം മല്ലാ യർഹം ലാ യുർഹം, അവരോട് കരുണ കാണിക്കാത്തവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കൂല. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുക, അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. ഞാൻ പറഞ്ഞല്ലോ, മൊബൈലുമായി ബന്ധപ്പെട്ട്, ഇലക്ട്രോണിക് ഡിവൈസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉപയോഗത്തെ വളരെ കണിശമായി നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ മക്കളെ നശിപ്പിക്കാൻ അത് മാത്രം മതി. അതിന് പൂർണ്ണമായത് അവരോട് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നടക്കൂല. ഒരുപക്ഷെ അവര് അതിന്റെ മൊബൈൽ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഗതികൾ ചിലപ്പോൾ അതിൽ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കാനുള്ളതുണ്ടാവും. പക്ഷെ അത് നമ്മുടെ മേൽനോട്ടത്തിൽ, നമ്മുടെ ഈ കുട്ടികൾക്കൊക്കെ ഒരു സ്വഭാവം എന്താണെന്ന് പറയും, മൊബൈൽ കിട്ടിയാൽ ആദ്യം അവരൊരു മൂലക്ക് പോയിരിക്കും. നമ്മളെ കണ്ണ് തട്ടാത്ത, നമ്മുടെ ശ്രദ്ധ വരാത്ത ഒരു മൂലക്ക് പോയിരിക്കും. എന്തിനാ മൂലക്ക് പോയിരിക്കുന്നത്? നമ്മളെ മുമ്പിൽ നിന്ന് കാണാൻ പറ്റാത്ത എന്തോ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനെ മുമ്പിലിരുത്തിയിട്ട് ഇവിടുന്ന് കളിച്ചോ, അതിനൊരു ടൈം ലിമിറ്റ് വെച്ചു കൊടുക്കുക. എന്നിട്ട് അവനോട് എന്താണ് കാണുന്നത് എന്നോട് പറയണം. അതിൽ കൃത്യമായ ഒരു അതിർവരമ്പ് നിശ്ചയിച്ചുകൊണ്ട് ഈ ഡിവൈസുകളെ ഉപയോഗിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ അതിലങ്ങനെ പോവും. പ്രത്യേകിച്ച് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഒരു അതിർവരമ്പില്ല. ഫോൺ സൈറ്റുകൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വരുന്ന നാടാണ്. വിദേശ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ആദ്യം ഒരു മെസ്സേജ് വരും, അല്ലെങ്കിൽ പിന്നെ ഒരു പി സൗണ്ട് വരും, ഇത് അപകടമാണ്, ഇനി ആ മേഖലയിലേക്ക് പോണ്ടെന്ന് പറയും. പിന്നെ മദ്യവളവന്മാരെ എങ്ങനെങ്കിലുമൊക്കെ വളഞ്ഞു തിരിഞ്ഞ് അതിലേക്ക് കയറുള്ളൂ. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് വരും. ഒരുപക്ഷെ കുട്ടികൾ അറിയാതെ തന്നെ, ഇപ്പൊ നമ്മളൊക്കെ തന്നെ പരസ്യം കയറി വരുന്നത് കാണുന്നില്ല പലപ്പോഴും. നമ്മൾ എന്തെങ്കിലും സാധനം നോക്കിയാൽ അടുത്ത നിമിഷം വരുന്നത് അർദ്ധനഗ്നങ്ങളോ പൂർണ്ണ നഗ്നങ്ങളോ ആയ സ്ത്രീ പുരുഷന്മാരുടെ ചിത്രങ്ങളുള്ള പരസ്യങ്ങളാണ്.
ഇവിടെ നമ്മളത് ആരും കാണാതെ പെട്ടെന്നൊന്ന് പോയി കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കുകയാണ്. ഇതന്നെയല്ലേ മക്കളും കാണുന്നത്. അപ്പൊ അത് വളരെ കർശനമായി ശ്രദ്ധിക്കുകയും അവരെ ആ രീതിയിൽ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. ഡിജിറ്റൽ വേൾഡിന്റെ ചതിക്കുഴികളെ കുറിച്ച് അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം, മോനെ ഇന്ന സംഗതികൾക്ക് ഇത് ഉപയോഗിക്കണം, ഇന്നതിന് ഉപയോഗിക്കരുത്. രാത്രി ഒരു സമയത്തിന് ശേഷം ഒരു കാരണവശാലും അവരെ ഡിജിറ്റൽ മീഡിയാസ് ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കരുത്. ഒറ്റയ്ക്ക് റൂമിൽ ഇത് ഉപയോഗിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. രാത്രി 8 മണി വരെ അല്ലെങ്കിൽ 7 മണി വരെ. അതിനുശേഷം നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിനൊരു ടൈം ടേബിൾ നമ്മൾ വെക്കണം. ഒഴിവ് സമയം അല്ലെങ്കിൽ ഈ അവധിക്കാലം അതിനുപയോഗിക്കണം. ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് അവരെ തജ്വീദ് പഠിപ്പിക്കാൻ, ഖിറാഅത്ത് പഠിപ്പിക്കാൻ, അത് പ്രാക്ടീസ് ചെയ്യാൻ. പലപ്പോഴും നടക്കാത്ത എന്താണെന്ന് അറിയോ? അടുക്കളയിൽ നിന്നാണ് വിളിച്ചു പറയും, എടുത്തിട്ട് പോകുന്ന ഖുർആൻ. കുട്ടിമ്മ തല്ലോ എന്നുള്ളത് കൊണ്ട് തിരിച്ചു പറയില്ല, ഉമ്മാക്ക് ഇത് പണി പറ്റൂലേ, അല്ലെങ്കിൽ വാപ്പാക്ക് ഈ പണി പറ്റൂലേ എന്ന് ചോദിക്കൂല. കാരണം ആ അടി വാങ്ങാൻ വയ്യാത്തതുകൊണ്ട്. പക്ഷെ അവന്റെ മനസ്സിലതുണ്ട്. എന്നോട് കൽപ്പിക്കുന്ന നിങ്ങൾ ഈ ഖുർആൻ പാരായണം ചെയ്തിട്ട് ദിവസത്രായി, അല്ലെങ്കിൽ ഞാനിവിടെ കാണുന്നില്ലല്ലോ. നമ്മൾ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഓതിയിട്ട് കുട്ടികളോട് പറയാണ് ഖുർആൻ എടുക്ക്, ഇന്ന ഭാഗം വരെ ഇന്ന ഇതുവരെ ഓത്. അല്ലെങ്കിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുക. 2-3 കുട്ടികളുണ്ടെങ്കിൽ അവർക്കിടയിൽ ഖുർആൻ പാരായണ മത്സരം, പഠനം, ഹിഫ്ദിന്റെ മത്സരം. അതിനൊക്കെ നിർമ്മാണാത്മകമായ രീതിയിൽ നമ്മൾ കുറെ വാരിക്കോരി കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാം. അവര് നന്നാവും. അവരെ നമസ്കാരം പഠിപ്പിക്കുക, നമസ്കാരത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കുക. ഇസ്ലാമികമായ ക്യാമ്പുകൾ, നല്ല ക്യാമ്പുകൾ, എവിടെങ്കിലും കൊണ്ടുപോയിട്ട് കുട്ടികളെ വെറുതെ സമയം ചെലവഴിക്കാനല്ല, അവരെ അതോട് അല്ലാത്ത രീതിയിലുള്ള നല്ല ക്യാമ്പുകൾ, ഇസ്ലാമികമായ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ക്ലാസുകൾ അവർക്ക് കിട്ടുന്ന 2, 3, 4 ഒരാഴ്ചയൊക്കെ ഉള്ള ക്ലാസുകളിലേക്ക്, ക്യാമ്പുകളിലേക്ക് എവിടെയാണുള്ളത് എന്ന് കണ്ടെത്തി അവരതിൽ കൊണ്ടുപോയി ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ കഴിഞ്ഞു വന്നാൽ എന്തൊക്കെയാണ് അവിടെ പഠിച്ചത്, നീ എന്തൊക്കെയാ കേട്ടത്, ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടാ അവനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. എന്നിട്ട് അവനിലൂടെ വേണം നമ്മൾ വളർത്തിയെടുക്കാൻ. ആ രീതിയിലുള്ള ഒരു തെർബിയത്ത് നമ്മൾ കൊടുക്കണം. നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും ഇസ്ലാമികമായ പഠനത്തിലും എല്ലാ രംഗത്തും ആ ഒരു കഴിവുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ സ്വാഭാവികമായി നമ്മളെ മക്കൾ മാറും. അതിനൊക്കെ അടിസ്ഥാനപരമായി വേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മൾ മാതൃകയാവുക എന്നുള്ളതാണ്. ഒരു അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മകന്, ഒരു മകൾക്ക്, ഒരു പിതാവിന്, മാതാവിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം അദ്ദിബൂഹും, അവരെ സംസ്കാരം പഠിപ്പിക്കുക. അതിനെന്താ വേണ്ടത്? ഞാൻ ആദ്യം അത് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ കൃത്യമായി സുബൈക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ എന്റെ മകനത് കണ്ടുപിടിക്കും. അതിനുശേഷം ഖുർആൻ പാരായണം ചെയ്യാൻ അതൊരു രീതിയായി വരും. ഭക്ഷണത്തിന്റെ മര്യാദകൾ, വെള്ളം കുടിക്കുന്നതിന്റെ മര്യാദകൾ, ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥനകളും അദബുകളും മര്യാദകളും, ഇതൊന്നും പുതിയ തലമുറക്ക് അറിയില്ല. ഭക്ഷണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, വേസ്റ്റ് ആക്കരുത് എന്ന ഒരു സംസ്കാരം തന്നെ ഇല്ലപ്പോ. കുറേ ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിച്ച് ബാക്കി ഒഴിവാക്കുന്ന സംസ്കാരത്തിലാണ് നമ്മളുള്ളത്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, വല്യപ്പാനെ കണ്ടിട്ട് കുറെ ദിവസമായി, വല്യമ്മാനെ കണ്ടിട്ട് കുറെ ദിവസമായി, സ്കൂളുള്ള സമയത്ത് പറ്റൂല, അതുകൊണ്ട് നീ കുറച്ച് ദിവസം അവരെ കൂടെ നിൽക്ക്, അല്ലെങ്കിൽ അവരെ പോയി സന്ദർശിക്കാം. നമ്മൾ ആദ്യം പോയി സന്ദർശിക്കണം. ഞാൻ പോയിട്ടുണ്ട്, തിരക്കില്ലാത്ത സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ട് 2 ആഴ്ചയായി 3 ആഴ്ചയെങ്കിൽ പിന്നെ ഈ പറഞ്ഞിരുന്ന ഒരു അർത്ഥമില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആദ്യം റോൾ മോഡലുകളാകണം. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഉസ്താദെ, നിങ്ങളായിരിക്കണം റോൾ മോഡൽ എന്ന് ചൂണ്ടിക്കാണിച്ച് അങ്ങോട്ട് ഭാരം തലയിൽ നിന്ന് മാറ്റി കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. നല്ല രീതിയിൽ മക്കളെ വളർത്താൻ നമ്മൾ നല്ല മാതാപിതാക്കളാകുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മനുഷ്യന്, ഒരു തലമുറക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ മാതാപിതാക്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സ്വാലിഹികളാകുക എന്നുള്ളതാണ്. സ്വാലിഹികളാവുക. ഖിദർ പ്രവാചകനാണെന്നും സ്വാലിഹായ മനുഷ്യനാണെന്നൊക്കെ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു യാത്ര പറയുന്നുണ്ട്. ആ യാത്രയിൽ ഒരുപാട് സംഗതികൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ആകെ ദേഷ്യം പിടിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒന്ന് വീണ് കിടക്കാൻ പോകുന്ന, സൂറത്തുൽ കഹ്ഫിൽ അത് പറയുന്നുണ്ട്, വീഴാൻ ചെരിഞ്ഞു കിടക്കുന്ന ഒരു മതിൽ നേരെടുത്ത് വെച്ചു. അപ്പൊ ഇത് നേരത്തെ ചെയ്തതിനൊക്കെ ഓപ്പോസിറ്റാണ്. നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കച്ചറ വിടലാണ്. ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ വീണ് കിടക്കാൻ പോകുന്ന മതിൽ ഇപ്പൊ ഒരു ആവശ്യമില്ലാതെ നേരെടുത്ത് വെച്ചത്? അതൊരു യതീമായ മക്കളുടെ സ്വത്താണ്. കാന അബൂഹുമാ സ്വാലിഹുൻ, അവരെ മാതാപിതാക്കൾ സ്വാലിഹായിരുന്നു. അതുകൊണ്ട് അതിന്റെ അടിയിൽ ഒരു നിധി അവർക്ക് അന്ന് വെച്ചിട്ടുണ്ട്. അത് അവർക്ക് കിട്ടിയ ആ പാകമാകുന്നത് വരെ ആ മതിൽ വീഴാൻ പാടില്ല. കാന അബൂഹുമാ സ്വാലിഹ്, അവിടെയാണ് എന്റെ പ്രശ്നം. അവരുടെ മാതാപിതാക്കൾ സ്വാലിഹികളായിരുന്നു. ഞാൻ പറയുന്നത്, കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസും
സ്വത്തും സൗകര്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അള്ളാഹ്ക്ക് യാതൊരു നിർബന്ധമില്ല. അത് വേണമെങ്കിൽ അവരുണ്ടാക്കിക്കോളും. പക്ഷേ നിങ്ങൾ സ്വാലിഹുകളാകുക, നമ്മൾ സ്വാലിഹാകുക. സ്വാലിഹായ മക്കൾ വലതുൻ സ്വാലിഹുൻ യദൂലഹു. നാളെ ഖബറിങ്കൽ വന്നിട്ട് ഒന്ന് കുനിഞ്ഞു നിന്ന് ഒരു തുള്ളി കണ്ണുനീരുറ്റിച്ചിട്ട് പ്രാർത്ഥിക്കണം, റബ്ബി ഗ്ഫിർ ലി വാലിദയ്യ, പടച്ചവനെ എന്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ കിട്ടിയോ? അൽഹംദുലില്ലാഹ്. അതില്ലേ പിന്നെ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല. അത് കിട്ടണമെങ്കിൽ ദുനിയാവിൽ നല്ല പണിയാണ്, നല്ല പ്രയാസാണ്. അത്തരത്തിലുള്ള മക്കളാക്കാൻ ഇത്തരം സന്ദർഭങ്ങളെ യഥാവിധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ദീനിന് ഉപകാരപ്പെടുന്ന, നമുക്ക് ഉപകാരപ്പെടുന്ന, മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന സ്വാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.